Hi guys, welcome to our channel Talk and Talk. This is gonna be the first video we are uploading in this channel. Myself Dr. Ashwati, working as an emergency medicine junior resident, Kottayam, Kerala. ഈ ചാനലിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് USML റിലേറ്റഡ് ഉള്ള ടോപ്പിക്സ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ 1.5 years ആയിട്ട് USMLയുടെ പ്രിപ്പറേഷനിലായിരുന്നു. സോ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ, ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ്, ഇതിന്റെ എക്സ്പ്ലനേഷൻസ്, ഇതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. സോ ഐ തോട്ട് why can't I share with my dear juniors and friends and colleagues and all. So first of all, today we are going to deal with when you should start your preparation. ഞാൻ പാസ് ഔട്ട് ആയതിനു ശേഷം ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് ഞാൻ USML പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ലാസ്റ്റ് 1.5 years ഞാൻ അതിന്റെ ഒരു പ്രിപ്പറേഷൻ സോണിലായിരുന്നു. I completed my step 1 and step 2 CK, now waiting for my ECFMC registration. So I thought this is not the right way of approaching to USML. USML, PLAB, NEET, UG, PG, anything. നിങ്ങൾ എന്താണ് എയിം ചെയ്യുന്നതെന്ന് വെച്ചാലും യു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ അറ്റ് എ റൂട്ട് ലെവൽ. നമ്മൾ UG സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോഴേ നമുക്കൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എൻ ഈസി ടാസ്ക്. ഫസ്റ്റ് ഇയർ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസിന് വേണ്ടിയുള്ള ഒരു റഷിലായിരിക്കും. നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓഫ് കോഴ്സ് യു ഫോക്കസ് ഓൺ യുവർ യൂണിവേഴ്സിറ്റി എക്സാംസ്, give more time on your basic subjects, anatomy, physiology, biochemistry, ഇതൊക്കെ നമ്മൾ തറായിട്ട് പഠിക്കുക. എസ്പെഷ്യലി അനാറ്റമി, ബയോകെമിസ്ട്രി USML നല്ല വെയിറ്റേജ് ഉള്ള സാധനങ്ങളാണ്. സോ അത് നല്ലോണം പഠിക്കുക. എന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി അപ്പിയർ ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ യു വിൽ ബി ഹാവിങ് സം എക്സ്ട്രാ ടൈം. സോ ആ ടൈമിൽ പത്തോളജി, ഫാർമക്കോളജി ഇതൊക്കെ നിങ്ങൾ ബിഗിൻ ചെയ്യുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് കയ്യിൽ വെക്കുക. സ്റ്റെപ്പ് 1 ഫസ്റ്റ് എയ്ഡ്, ഇറ്റ് കോസ്റ്റ് നിയർലി 1100 to 1200, ആ ഒരു റേഞ്ചേ വരുള്ളൂ. നല്ല ടെക്സ്റ്റ് ബുക്കാണ്, അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് USMLക്ക് മാത്രമല്ല, ഈവൻ NEET PG ആണെങ്കിലും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാംസ് ആണെങ്കിലും യു വിൽ ഗെറ്റ് എ ക്ലിയർ കട്ട് ഐഡിയ ഓഫ് ടോപ്പിക്സ് വിച്ച് യു ഹാവ് ടു ഡീൽ വിത്ത്. അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഫസ്റ്റ് എയ്ഡ് ആദ്യമേ കയറി വായിക്കാൻ നിൽക്കരുത്. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ട്രെയിൻ പോലെ തോന്നും. എനിക്കങ്ങനെ തോന്നിയായിരുന്നു. പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെയൊക്കെ അതായത് ഫസ്റ്റ് എയ്ഡ് എപ്പോഴും കുറച്ച് കൺസൈസ് ആയിട്ട് മെയിൻ കാര്യങ്ങളാണ് പറയുക. ഇതിന്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ കാര്യം ഉണ്ടാവില്ല. അത് നമ്മൾ പഠിച്ചിട്ട് ഇത് വന്നാലേ നമുക്കൊരു ഈസിനെസ്, ഒരു എളുപ്പം തോന്നുള്ളൂ. സോ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി എക്സാംസിന് സെക്കൻഡ് ഇയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റേണൽസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് എയ്ഡ് ടെക്സ്റ്റ് ബുക്ക് സൈഡിൽ വെക്കുക. വെൻ യു ആർ റീഡ് ദി സൈഡ് ബൈ സൈഡ്. ഓക്കെ. അതേപോലെ 19 എന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു 200 pages അല്ലെങ്കിൽ ഒരു 300 pages ഉള്ള ഒരു ടെക്സ്റ്റ് ആണ്. അത് എന്താ പറയാ, അത് പത്തോളജിക്ക് നിങ്ങൾ റോബിൻസ് ആണോ അതോ ഹാരിസൺ ഓർ ലൈക്ക് എനിത്തിങ് യു ആർ റീഡിങ്, ഈ സാധനം കൂടെ വെച്ചിട്ടൊന്ന് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കാം. You will find it very helpful, and also നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റെപ്പ് 1 പ്രിപ്പറേഷനും ഇത് നല്ല ഹെൽപ്ഫുൾ ആവും. അല്ലാണ്ട് സ്റ്റെപ്പ് 1 പ്രിപ്പറേഷന് വേണ്ടി സെക്കൻഡ് ഇയർ തൊട്ടേ നിങ്ങൾ UWorld സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. കാരണം UWorld സബ്സ്ക്രിപ്ഷൻ 6 months ഒക്കെ തന്നെ ഒരു 40,000 45,000 എടുത്ത് വരും. സോ അത് മാത്രമല്ല, നമ്മളൊരു 3-4 months ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് നമുക്കങ്ങ് അതായത് ബേസിക് കാര്യം അറിയാണ്ട് തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതല്ലേ ആൻസർ, അങ്ങനെ ഒരു തോട്ട് വരും. അതിലും നല്ലത് നല്ലോണം പഠിച്ചിട്ട് UWorldലേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് സൈഡ് ബൈ സൈഡ് ആയിട്ട് UWorld ചെയ്യുന്നത്. സോ ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് വുഡ് ബി ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ തിയറി ടോപ്പിക്സ് പഠിക്കുന്ന കൂടെ ഈ ഫസ്റ്റ് എയ്ഡ് 10 ഒരു റൗണ്ട് ഒന്ന് പഠിക്കുക. അതിനുശേഷം UWorld സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ ഓരോ ടോപ്പിക്സും ഒരു സെക്കൻഡ് ടൈം റിവിഷൻ നടത്തുമ്പോൾ UWorld നിന്ന് യു ക്യാൻ ഡു ദ ക്വസ്റ്റ്യൻസ്. ഡെയിലി ഒരു 10 questions, പിന്നെ ഒരു 20 questions. നമുക്ക് കേൾക്കുമ്പോൾ 10 questions അധികം ടൈം വേണം അങ്ങനെ തോന്നും. അങ്ങനെയല്ല. UWorld എന്ന് പറയുന്നത് 40 questions ഒരു ബ്ലോക്കാണ്. ഒരു ബ്ലോക്കിൽ 40 questions ഉണ്ടാവുള്ളൂ. ആൻഡ് യു ക്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് 1 ഓൾമോസ്റ്റ് ഒരു 3,500 ആ ഒരു ടൈം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഇത് നിങ്ങൾ 6 months കൊണ്ടൊക്കെ ചെയ്ത് തീർത്താൽ മതി. ചിലർ 3 monthsലേക്ക് എടുക്കും. സോ ആ ഒരു ടൈം പീരീഡ് കൊണ്ട് ചെയ്ത് തീർത്താൽ മതി. സോ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ്. നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു, 4 ഓപ്ഷൻസ് കണ്ടു, നമ്മളൊരു ആൻസർ കൊടുത്തു. അവരുടെ എക്സ്പ്ലനേഷനിൽ അവർ ഓരോ ഓപ്ഷനെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കും. ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കൊരു 7-8 ക്വസ്റ്റ്യനുള്ള ഒരു ഐഡിയ കിട്ടും. സോ അത്
മനസ്സിലാക്കുക. അതായത് ഓടിച്ചു വിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല യു വേൾഡ്. എനിക്കും ഫസ്റ്റ് ഇങ്ങനെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. യു വേൾഡ് പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ ആയിത്തോട്ടോ ഇത് പെട്ടെന്ന് അങ്ങ് തീർത്തേക്കാം. അങ്ങനെയല്ല. യു വേൾഡ് യു ഹാവ് ടു പുട്ട് മോർ എഫേർട്ട്, മോർ ടൈം ഫോർ യു വേൾഡ്. സോ ആദ്യം ഫസ്റ്റ് എയ്ഡ് 10 നല്ലോണം പഠിക്കാം. എന്നിട്ട് ഒരു സെക്കൻഡ് ഇയർ ലാസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ തറവായി പഠിച്ചിട്ട് അതായത് ഇപ്പൊ സ്റ്റെപ്പ് 1 പാസ് ഓർ ഫെയിൽ ആണ്. യു ഷുഡ് നോട്ട് ടേക്ക് എ റിസ്ക്. നിങ്ങൾ പഠിച്ചു എന്ന് കോൺഫിഡൻസ് തോന്നുന്ന സമയത്ത് മാത്രമേ എടുക്കാവുള്ളൂ. സോ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നല്ലോണം പഠിച്ചിട്ട് ബൈ ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ യു ക്യാൻ ടേക്ക് യുവർ സ്റ്റെപ്പ് 1. എന്നിട്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ആഫ്റ്റർ ഡൂയിങ് യുവർ NBMEs. അതായത് ഇതിന്റെ ഒരു പ്രോസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ ഫസ്റ്റ് എയ്ഡ്, പത്തോമ, യു വേൾഡ്, ആംബോസ്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇനി നമ്മളെ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് NBME ടെസ്റ്റുകളും 3-1-20. നിങ്ങൾ ഒരു ലെവൽ ഓഫ് എത്തി, ഓക്കെ എനിക്കിപ്പോ ഇതൊക്കെ ഒന്ന് അറിയാം എന്ന് തോന്നിക്കഴിയുമ്പോൾ NBMEs എടുക്കുക. അത് NBME എന്ന് പറയുന്ന ഡയറക്റ്റ് സൈറ്റിൽ കയറിയാൽ യു വിൽ ഹാവ് ടു പേ $60 ഫോർ ഈച്ച് പേപ്പർ. എന്നിട്ട് യു വിൽ ഹാവ് ടു ടേക്ക് ദാറ്റ് ടെസ്റ്റ്. ടൈംഡ് ആയിട്ട് എടുക്കുക. ടൈംഡ് ആയിട്ട് എടുത്തിട്ട് അപ്പൊ നമുക്ക് അറിയാം നമ്മൾ എവിടെ നിൽക്കുന്നത്. ഓക്കെ നമുക്ക് ഈ ഒരു സ്കോറാണ് വരുന്നത്. ഒരു 65% മേളിലൊക്കെ ഒരു ഫസ്റ്റ് സെക്കൻഡ് NBMEക്ക് വന്നു കഴിഞ്ഞാൽ യു ആർ ഡാം ലക്കി. ഓഹ് മൈ ഗോഡ്, നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ആദ്യം കുറവാണോ, പേടിക്കണ്ട, കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യുക. പയ്യെ പ്രിപ്പയർ ചെയ്തിട്ട് യു ഹാവ് ടൈം. കാരണം നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡ് ഇയറിലൊക്കെ തുടങ്ങിയ ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും. അല്ലാണ്ട് നമ്മള് ഗ്രാജുവേഷന് ശേഷമുള്ള ഓരോ ടൈമും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും. അയ്യോ എന്റെ ടൈം പൊക്കോണ്ടിരിക്കല്ലേ എന്നുള്ളൊരു ടെൻഷൻ വരും. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ NBMEസിലൊക്കെ ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്നത് ആ ടൈമിൽ ഒരു 3-1-20 എന്ന് പറഞ്ഞ ഒരു സാധനം അവൈലബിൾ ആണ്. അത് ചെയ്ത് നോക്കുക. അതിന് നല്ലൊരു പെർസെന്റേജ് സ്കോർ വന്നു കഴിയുമ്പോൾ യു ക്യാൻ ടേക്ക് യുവർ സ്റ്റെപ്പ് 1. ഈ സ്റ്റെപ്പ് 1ന് ശേഷം ഡയറക്ട്ലി ഗോ ആൻഡ് സ്റ്റാർട്ട് യുവർ സ്റ്റെപ്പ് 2 പ്രിപ്പറേഷൻ. ആക്ച്വലി സ്റ്റെപ്പ് 1 പ്രിപ്പറേഷൻ ഇസ് എ ബേസ് ഫോർ ഓൾ യുവർ അതർ സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1 ഇല്ലാണ്ട്, അതായത് ഇത് തറവായിട്ട് അറിയാണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് 60% സ്റ്റെപ്പ് 1 തന്നെയാണ്. അതിന് മേളിലേക്കുള്ള ബിൽഡിംഗ് ആണ് ബാക്കി ഫുള്ള്. അതായത് നമുക്ക് ഡയഗ്നോസിസ് അറിയാതെ ട്രീറ്റ്മെന്റ് പറ്റില്ലല്ലോ. അപ്പൊ ഡയഗ്നോസിസ് വരെ എത്തി നിൽക്കുന്നത് ഈ സ്റ്റെപ്പ് 1ലാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 ഡീൽ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആദ്യം നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ബേസിക്സ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് സ്റ്റെപ്പ് 1 വെരി ഹെൽപ്ഫുൾ. ലൈക്ക് ഒരു ഈസി ആയിട്ട് തോന്നും. ഞാൻ ബോർഡ്സ് ആൻഡ് ബിയോൺസിന്റെ വീഡിയോസ് കാണുമായിരുന്നു. ഞാൻ പാസ് ഔട്ട് ആയതിനു ശേഷം ആയതുകൊണ്ടാവാം എനിക്ക് നല്ല എന്താ പറയാ ഫുൾ ടച്ച് വിട്ടു പോയൊരു ഫീൽ ആയിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് വിത്ത് മൈ ബോർഡ്സ് ആൻഡ് ബിയോൺസ് വീഡിയോസ് ഒരുപ്പോ പൾമണോളജി ആണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരു 5-6 വീഡിയോസ് ഒരു ദിവസം കണ്ടിട്ട്, അധികം ഇല്ല കേട്ടോ, ഓരോ വീഡിയോസും 15 minutes ഒക്കെ ഉള്ളൂ. ഒരു 5 or 6 വീഡിയോസ് കണ്ടിട്ട് ഐ യൂസ് ടു റീഡ് മൈ ഫസ്റ്റ് എയ്ഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ മറന്നു പോകും. ഈ മെമ്മറി USMLEക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ മറന്നു പോകും ഓഫ് കോഴ്സ്. അപ്പൊ റീഡ് പിന്നെ വായിക്കണ പോലെ ഇരിക്കാം. അപ്പൊ ഐ യൂസ് ടു റൈറ്റ് ഇറ്റ് സ്റ്റിക്കി നോട്ട്സ് അല്ലെങ്കിൽ ഇനി കളർ പെൻസിൽ വെച്ചിട്ട് എന്റെ ഫസ്റ്റ് എയ്ഡിൽ മാർക്ക് ചെയ്ത് വെക്കും. നോട്ട്ബുക്സിൽ എഴുതിയതൊന്നും എനിക്ക് പിന്നെ റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ഈ ഫസ്റ്റ് എയ്ഡ് മാത്രമാണ് നമ്മൾ സ്റ്റെപ്പ് 1 ടൈമിൽ പിന്നെ വായിക്കാൻ പറ്റുന്ന ഒരു സാധനം. സോ അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ഐ ഡിഡ് മൈ ഫസ്റ്റ് റൗണ്ട് ഓഫ് യു വേൾഡ്. അതിനുശേഷം പിന്നെ ടൈം, അതായത് ഒരു 3 months ഞാൻ ഫസ്റ്റ് റൗണ്ട് ഓഫ് യു വേൾഡ് കഴിഞ്ഞു. പിന്നെ സ്ലോ ആയിട്ട് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു ചെയ്തത്. ഇത് ഓരോരുത്തർക്കും ഈ ടൈം ലൈൻ വ്യത്യാസമാണ്. സോ ദിസ് വീഡിയോ ഇൻ ഷോർട്ട് ഐ വുഡ് ലൈക്ക് ടു സേ start your preparation as early as possible. Hopefully second year തന്നെ preparations start ചെയ്യുക. ഒരു third year ഒക്കെ ആകുമ്പോഴത്തേക്കിനും start doing your NBMEs, start doing your 3-1-20, start doing your second round of your world, then go for your step 1 with great confidence and come out with flying colors. അതിനുശേഷം ഈ സ്റ്റാർട്ട് യുവർ സ്റ്റെപ്പ് 2 പ്രിപ്പറേഷൻ. ഒട്ടും ടൈം കളയണ്ട. ഈ സ്റ്റെപ്പ് 2 നിങ്ങൾ ഓൾ ഓൺ സഡൻ എടുക്കാമെന്ന് ഞാൻ പറയില്ല. ഫൈനൽ ഇയർ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. UG ആണ്. ബിക്കോസ് യു വിൽ ഹാവ് ടു അപ്പിയർ ഫോർ യുവർ യൂണിവേഴ്സിറ്റി എക്സാം. സോ ഫൈനൽ ഇയർ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ആ ടോപ്പിക്സ് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഹൗസ് റെൻസ് കയറുമ്പോൾ പലപ്പോഴും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഏത് മെഡിക്കൽ കോളേജ് ആണെങ്കിലും യു കനോട്ട് ഇൻവെസ്റ്റ് മോർ ടൈം ഫോർ യുവർ PG പ്രിപ്പറേഷൻസ്. പലപ്പോഴും ഹൗസ് റെൻസിൽ നല്ല തിരക്കായിരിക്കും. മാത്രമല്ല നമുക്ക് നമ്മുടെ കോളേജ് ലൈഫ് തീരെയല്ലേ, ഇത് ആഘോഷിക്കണ്ടേ എന്നുള്ളൊരു ഫീലൊക്കെ വരും. സോ
ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ദിവസം ഒരു 5 or 6 UWorld ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് ഗ്രേറ്റ് വർക്ക്. എന്നിട്ട് പയ്യെ പയ്യെ നിങ്ങൾ ഇറങ്ങി, അതായത് ഹൗസ് റെൻസിന്റെ ശേഷം ഒരു 2 or 3 months ഡെഡിക്കേറ്റഡ് സ്റ്റഡി പീരീഡ് ആയിട്ട് എടുത്ത് യു ക്യാൻ പ്രിപ്പയർ ആൻഡ് യു ക്യാൻ ടേക്ക് യുവർ സ്റ്റെപ്പ് 2. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പാസ് ഔട്ട് ആയ ഉടനെ തന്നെ യു വിൽ ബി കംപ്ലീറ്റിംഗ് യുവർ സ്റ്റെപ്പ് 2 ആൻഡ് യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ഫോർ ദ മാച്ച് അറ്റ് ദ ഫോളോയിങ് ഇയർ. ഇനി ഒരു കാര്യം, നിങ്ങൾ സെക്കൻഡ് ഇയർ തൊട്ട് എൻ്റെ കോളേജിൽ സെക്കൻഡ് ഇയർ തൊട്ടായിരുന്നു, പല കോളേജിലും ഫസ്റ്റ് ഇയർ തൊട്ടുണ്ട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് വരും. ICMRന്റെ ചോട്ടിലുള്ള റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ പല ടീച്ചേഴ്സും നമ്മുടെ പല പ്രൊഫസേഴ്സും ദേ ആർ റെഡി ടു ഹെൽപ്പ് us, ദേ ആർ റെഡി ടു മെന്റർ us, ദേ ആർ റെഡി ടു help us in all the fields of research. So research opportunities എവിടെ വന്നാലും ആ ഓപ്പർച്യൂണിറ്റി നല്ലോണം യൂസ് ചെയ്യുക. ICMRലൊക്കെ റിസർച്ചസ് ചെയ്യുക, പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുക. പബ്മെഡ് പോലെയുള്ള വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ജേർണൽസിൽ നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ പബ്ലിഷ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ USMLE ജേർണിയിൽ യു വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഹെൽപ്ഫുൾ. ആൻഡ് ഓൾസോ നമ്മൾ ഈ മാർക്സ് മാത്രമല്ല USMLE ജേർണിയിൽ വേണ്ടത്, പലപ്പോഴും നമ്മുടെ റെസ്യൂം വളരെ സ്ട്രോങ് ആയിരിക്കണം. അതില് നമുക്ക് ഒരു മിസ്റ്റേക്ക് എന്ന് ഒരാൾക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും അതിലുണ്ടാവാതെ നോക്കണം. അതായത് നമ്മൾ കുറെ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് അവർക്കും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. റിസർച്ച് പേപ്പേഴ്സ് മാക്സിമം ചെയ്യാൻ നോക്കുക, കേസ് റിപ്പോർട്ട്സ് ഉണ്ടാക്കുക. പിന്നെ യു ക്യാൻ ഡു ആസ് മെനി വോളണ്ടിയർ വർക്ക്സ് ആസ് യു ലൈക്ക്. പിന്നെ യു ഗ്യാദർ as much information you can collect from your seniors regarding USMLE. ഇതൊക്കെ നമ്മൾ നമ്മുടെ UG ടൈമിൽ ചെയ്താൽ യു വിൽ ഹാവ് എ വെരി സ്ട്രോങ് ഫൗണ്ടേഷൻ വൺസ് യു ആർ ഔട്ട് ഓഫ് യുവർ കോളേജ്. നിങ്ങൾ പാസ് ഔട്ട് ആകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറിയായിരിക്കും എന്തായിരിക്കും ഞാൻ ചെയ്യേണ്ടതെന്ന്. എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ഇതിപ്പോ ആരോടാ ചോദിക്കണ്ടേ, ഇതിപ്പോ എന്താ സ്റ്റാർട്ട് ചെയ്യണ്ടേ എന്നൊക്കെയുള്ള ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. ആൻഡ് വൺ തിങ് ഐ ലെഫ്റ്റ് വാസ്, നിങ്ങൾ ഇതിന്റെ ഫുൾ പ്രോസസ് ബിഗിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ പാസ്പോർട്ട് റെഡിയാക്കി വെക്കുക. പാസ്പോർട്ട് റെഡിയാക്കി ECFMGയിൽ രജിസ്റ്റർ ചെയ്യുക. അതിനൊരു 12,000 സംതിങ് വരും. 12,500 ആയിരുന്നു ഞാൻ ചെയ്ത സമയത്ത്. അപ്പൊ 12,500 കൊടുത്തിട്ട് നമ്മൾ ECFMGയിൽ ഒരു നമ്പർ എടുത്തു വെക്കും. ആ നമ്പർ എടുത്തു വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ അപ്ലൈ ഫോർ യുവർ സ്റ്റെപ്പ് 1 വെൻ യു വാണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് മാത്രം ഡീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ദെൻ യു ക്യാൻ ഗോ ഫോർ യുവർ ആപ്ലിക്കേഷൻ പ്രോസസ്. പക്ഷെ നമ്മൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ വൺസ് യു ഫീൽ ലൈക്ക് യു ഹാവ് ടു ഡു സംതിങ്. നമുക്കൊരു ഏർജ് വരുള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നൊരു ടൈമിൽ, അപ്പൊ അങ്ങ് തുടങ്ങിക്കോളുക ധൈര്യമായിട്ട്. യു വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഈസി വൺസ് യു ആർ ഇൻ ദ ട്രാക്ക്. ആ ഒരു ട്രാക്കിൽ എത്താൻ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. സോ USMLE ഈസ് എ മാരത്തോൺ ഓഫ് കോഴ്സ്. സോ ഇടയിൽ ടയേർഡ് ആവാണ്ട് നോക്കുക. ഇടയില് വീണ് പോകും, ഓഫ് കോഴ്സ് ഒരു ഓട്ടമല്ലേ, നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ ടയേർഡ് ആകും, വീഴും. പക്ഷെ ജസ്റ്റ് ഗോ ഫോർവേഡ്. നമ്മളെല്ലാരും നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു ബെറ്റർ പാർട്ടിന് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലല്ലേ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Hope I will come back with the next video, and next video will be about application process. അത് നമ്മൾ ECFMG സർട്ടിഫിക്കേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ തൊട്ട് സ്റ്റെപ്പ് 2 ആപ്ലിക്കേഷൻ വരെയുള്ള പ്രോസസ്സിങ്ങിനെ പറ്റിയാണ് നെക്സ്റ്റ് വീഡിയോ. സോ യു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. Love you all.